പതിറ്റാണ്ടുകളായി കോർപ്പറേഷൻ കേന്ദ്രീകരിച്ചുകൊണ്ട് CPM നടത്തിക്കൊണ്ടിരിക്കുന്നത് വളരെ വലിയ കച്ചവടമാണ്. അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു വ്യക്തിയെ തലപ്പത്ത് പ്രതിഷ്ഠിച്ചാൽ മാത്രമേ ഈ കച്ചവടം സുഗമമായി മുന്നോട്ട് പോകുകയുള്ളൂ എന്ന തിരിച്ചറിവ് വന്നതുകൊണ്ടാണ് മേയറെ നല്ല നടപ്പിന് വിട്ടിരിക്കുന്നതെന്ന് വി രാജേഷ് തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. 2019 വോട്ട് നിലയിൽ 3-ാം സ്ഥാനത്തായിരുന്ന NDA 24-ൽ LDFന്റെ 3-ാം സ്ഥാനത്താക്കി 2-ാം സ്ഥാനത്തെത്തി. തിരുവനന്തപുരത്ത് LDFനേക്കാൾ NDAക്ക് വോട്ട് വർദ്ധിച്ചത് ഭാവിയിൽ കേരള രാഷ്ട്രീയം ഏത് വഴിക്കാണ് പോകുന്നത് എന്നതിന്റെ സൂചനയാണ്. CPM നേതൃത്വം കൊടുക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് മാർക്സിസ്റ്റ് പാർട്ടിക്കുള്ളിൽ മാഫിയ സംസ്കാരം തഴച്ചു വളർന്നിരിക്കുന്നു. CPMന്റെ ഉന്നത നേതാവ് മുഖ്യമന്ത്രിയുടെ ഓഫീസിനുള്ളിലും വീടിനുള്ളിലും കളങ്കിതരായ വ്യവസായികൾ കയറിയിറങ്ങുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു എന്ന് തുറന്നു പറഞ്ഞിരിക്കുകയാണ്. കണ്ണൂർ ജില്ലയിൽ സ്വർണം പൊട്ടിക്കൽ സംഘങ്ങളാണ് CPMന്റെ വക്താക്കളായി മാറിയിരിക്കുന്നതെങ്കിൽ തിരുവനന്തപുരം ജില്ലയിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അഴിമതി നടത്തുന്ന മാഫിയകളുടെ കൈകളിലാണ് CPM നേതൃത്വമെന്നും രാജേഷ് ആരോപിച്ചു. തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരണം ആരംഭിച്ച നാളുകളിൽ തന്നെ മുഖ്യ പ്രതിപക്ഷമായ BJP പറഞ്ഞിരുന്നു, ഭരണം ഏൽപ്പിച്ചിരിക്കുന്നത് അപക്വമായ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ആളിന്റെ കൈകളിലാണെന്ന്. അപക്വമായ ഭരണം മൂലം ഒരു ജനത മുഴുവൻ ദുരിതത്തിലേക്ക് കൂപ്പുകുത്തുകയാണ്. അതിനാൽ CPM മാറി ചിന്തിക്കാൻ തയ്യാറാകണമെന്നും വി രാജേഷ് ആവശ്യപ്പെട്ടു. പിന്നീട് നഗരസഭാ ഭരണത്തിൽ അഴിമതികൾ തുടർച്ചയായപ്പോൾ നിരന്തര സമരത്തിലൂടെ മേയർ രാജിവെക്കണമെന്നും പക്വതയുള്ള ഒരാളെ മേയറാക്കണമെന്നും BJP ആവശ്യപ്പെട്ടിരുന്നതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പരാജയം സംഭവിച്ചപ്പോഴാണ് കോർപ്പറേഷൻ ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മേയറും കോർപ്പറേഷനുമാണ് ജില്ലയിലെ വോട്ട് ചോർച്ചയ്ക്ക് അടിസ്ഥാന കാരണമെന്ന് CPM കമ്മിറ്റികൾ കണ്ടെത്തിയിട്ട് പോലും മേയറെ മാറ്റാൻ CPM തയ്യാറാകുന്നില്ല. കുറച്ചെങ്കിലും ആദർശബോധമുള്ള CPM നേതാക്കളും പ്രവർത്തകരും ആ പാർട്ടിയിൽ ഇനിയും അവശേഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഭരണത്തിനെതിരെ പാർട്ടി കമ്മിറ്റികളിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ പ്രതികരിക്കുന്ന മുഴുവൻ സഖാക്കൾക്കും സമ്പൂർണ്ണ പിന്തുണയും സംരക്ഷണവും അർപ്പിക്കുകയാണ്. ആദർശശുദ്ധിയുള്ള CPM പ്രവർത്തകരെ BJPയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായും വി രാജേഷ് പറഞ്ഞു.